ഹലോ. പിന്നെ നമ്മൾ ഒരു വെറൈറ്റി കറിയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. എന്താണെന്നറിയോ? ചേനപ്പൂവ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ചേനപ്പൂവാണ് കേട്ടോ. അപ്പം ഞാൻ ചേനപ്പൂവ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: സവോള, തക്കാളി, ഒരു ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം. പിന്നെ കുറച്ച് തേങ്ങ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. ചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരും. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തക്കാളി, സവോളയും, വെളുത്തുള്ളിയും, ഇഞ്ചിയും, പച്ചമുളകും അതെല്ലാം കൂടി ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് ഇട്ട് കൊടുത്ത്, അധികം നന്നായിട്ട് മൂക്കൊന്നും വേണ്ട കേട്ടോ. അതായത് നന്നായി ചുവക്കൊന്നും വേണ്ട, നോർമലായിട്ട് ചെറുതായിട്ടൊന്ന് ചുമന്നാൽ മതി. പിന്നെ അപ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിൽ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരുംജീരകവും കുറച്ച് തേങ്ങയും പിന്നെ മസാലകൾ ഞാൻ ചേർത്തിരിക്കുന്നത് മുളക് പൊടി. തേങ്ങ നന്നായി ചുവന്ന് വരുമ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, അതൊക്കെയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് മസാലയായിട്ട്. നമ്മുടെ ഉള്ളി തക്കാളിയൊക്കെ ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, അതൊക്കെയാണ് എടുത്തത്. നന്നായിട്ട് ചുമന്ന് വരണ വരെ നന്നായിട്ട് വറുത്ത് കൊടുക്കുക. വറുത്ത് കൊടുത്ത് അപ്പോഴേക്കും നമ്മളിവിടെ ഉരുളക്കിഴങ്ങൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പച്ചവെള്ളം അല്ലാണ്ട് ചൂടുവെള്ളമാണ്, തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മസാലകളൊക്കെ റെഡിയായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചേനപ്പൂ ഇട്ട് കൊടുത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പൊക്കെ അറിയാമല്ലോ, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പും എരിവൊക്കെ അവരവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്, അതായത് ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റ് ആയിരിക്കില്ലേ. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് എരിവും ഉപ്പും നന്നായിട്ട് വേണം കേട്ടോ. പുളി അധികം ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് എരിവും ഉപ്പൊക്കെ നന്നായിട്ട് വേണം. അപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായി വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. എനിക്ക് ചേനപ്പൂ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ല, പക്ഷെ ചാറ് കൂട്ടിയിട്ടാണ് ഞാൻ ചോറ് കഴിച്ചത്. എനിക്ക് ചേനപ്പൂ അങ്ങനെ വലിയ ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് പിന്നെ പൊതുവേ അങ്ങനെ കുറേ സാധനങ്ങളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും എന്ത് പറഞ്ഞാലും ഇഷ്ടമല്ല എന്ന് പറയണത് എന്തുകൊണ്ടാണ്. എനിക്കിങ്ങനെ ചേനപ്പൂവിനോടൊന്നും അധികം വലിയ ഇഷ്ടമില്ല. ചേനപ്പൂ എന്നല്ല, എനിക്ക് കുറേ സാധനങ്ങളോട് ഇഷ്ടം കുറവാണ് കേട്ടോ. പച്ചക്കറിയൊന്നും ഞാൻ പരമാവധി അത്രയ്ക്ക് എല്ലാ പച്ചക്കറികളൊന്നും കഴിക്കാറില്ല. അപ്പോൾ ചേനപ്പൂ കറി നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഞാൻ മാളിനോട് വാവോട് ചോദിക്കാം. മാളും വാവും പറയാം, അമ്മ ചിക്കൻ കറിയുടെ മണം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വരാണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ചെറിയ ഉള്ളി താളിച്ചിടാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ വെളിച്ചെണ്ണ അപ്പുറത്ത് അടുപ്പിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ട് ചുമന്ന ആവുന്ന വരെ വഴറ്റി അതിൽ വറുത്തിടുക എന്നാണ് കേട്ടോ ഞങ്ങൾ പറയുക. താളിക്കുക എന്ന് ചിലയിടത്ത് പറയും, ഞങ്ങളുടെ ഇവിടെ വറുത്തിടുക എന്നാണ് പറയുക. കുറച്ച് കറിവേപ്പില ഇട്ട് വറുത്തിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സെറ്റാണ് കേട്ടോ. നല്ല ഇഷ്ടമായി. മാളിനും വാവയ്ക്കൊക്കെ നല്ല ഇഷ്ടമായി. അവർ പിറ്റേ ദിവസം ദോശയുടെ കൂടെയൊക്കെ ആ കറി കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. ചാറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ എനിക്ക് ചേനപ്പൂ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേനപ്പൂ കഴിച്ചില്ല, ചാറ് കൂട്ടി ചോറ് കഴിച്ചു. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല അടിപൊളിയാണ്. പിന്നെ ചേനപ്പൂ ഒന്നും നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനമല്ലല്ലോ. വർഷത്തിൽ ഒരിക്കലൊക്കെ തോന്നുന്നു ആ പൂവ് കിട്ടുള്ളൂ. ചില ആൾക്കാർക്കൊക്കെ ചേനപ്പൂ എന്താണെന്ന് അറിയില്ല. ഞാൻ അന്ന് ലൈവിൽ പറഞ്ഞപ്പോൾ അത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.